തിരുവനന്തപുരം നഗരത്തിന് നടുവിലൊരു കിഡിലെ ലൈബ്രറിയുണ്ട്. 100-ലേറെ വർഷം പഴക്കമുള്ള ഫോറസ്റ്റ് ലൈബ്രറി. കാടിനെ അറിയാനുള്ളവ മാത്രമല്ല, ലോക ക്ലാസിക്കുകൾ അടക്കം പുസ്തകങ്ങളുടെ ഒരു വലിയ കലവറയാണ് ഈ ലൈബ്രറി. സോഷ്യൽ മീഡിയ റീലുകളിലൂടെ ഇപ്പോൾ കൂടുതൽ പേരിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ പെരുമ. ചുറ്റും തിരക്കിട്ട് ചീറിപ്പായുന്ന വാഹനങ്ങളുടെ ശബ്ദം. പക്ഷേ ഈ കവാടം കടന്നു കഴിഞ്ഞാൽ പിന്നെ നിശബ്ദതയാണ്. മരങ്ങളാൽ തിങ്ങി നിറഞ്ഞ് ശാന്തമായൊരിടം. അധികമാരും അറിയാത്ത നഗരത്തിന്റെ ഹൃദയത്തിൽ ഒളിച്ചിരിക്കുന്ന പുസ്തകങ്ങളുടെ നിലവറ. ആയിരത്തി 1920 കൊല്ലം കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തിരുവിതാംകൂർ വനം വകുപ്പിന്റെ ആസ്ഥാന ഓഫീസ് തിരുവനന്തപുരം വഴുതക്കാടേക്ക് മാറ്റിയത്. ഒപ്പം അവിടെയുണ്ടായിരുന്ന ലൈബ്രറിയും മാറ്റി സ്ഥാപിച്ചു. ആകെ മൊത്തം 27,000-ലധികം ബുക്കുകൾ ഈ ലൈബ്രറിയിലുണ്ട്. അതിൽ വളരെ പഴയതും അപൂർവവുമായ പുസ്തകങ്ങൾ ഉൾപ്പെടുന്നു. ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ, ട്രാവൻകൂർ ശ്രീമൂലം അസംബ്ലിയുടെ പ്രൊസീഡിംഗുകൾ, ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പ്രൊസീഡിംഗുകൾ, ഭരണ റിപ്പോർട്ടുകൾ, റെഗുലേഷൻ ആൻഡ് പ്രൊക്ലമേഷൻ ഓഫ് ട്രാവൻകൂർ, ഇവയൊക്കെ ഇതിൽ ചിലത് മാത്രമാണ്. വർഷത്തോളം പഴക്കം ഈ ലൈബ്രറിക്കുണ്ട്. അപ്പോൾ പുസ്തകങ്ങൾ 1800 മുതലുള്ള പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതായത് വളരെ കാം ആൻഡ് ക്വയറ്റായ ഒരു സ്ഥലത്ത്, പിന്നെ നല്ല എയർ കണ്ടീഷൻ റൂമിൽ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന അവരുടെ ലാപ്ടോപ്പ്, അവരവരുടെ പുസ്തകം കൊണ്ടുവന്ന് വായിക്കാനൊരിടം, അത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ്. കുട്ടികൾക്കായി പ്രത്യേകം ഒരു ഇടമൊരുക്കുന്നതിനൊപ്പം വിദ്യാർത്ഥികൾക്ക് അവരുടെ പുസ്തകങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പഠിക്കുവാനും അവസരമൊരുക്കുകയാണ് ലൈബ്രറി. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും ഗവേഷകർക്കും ആവശ്യമുള്ള ഗ്രന്ഥങ്ങളും ഇവിടെ ലഭ്യമാണ്. മൊത്തത്തിലുള്ള ഒരു കൂൾ ആൻഡ് കാം അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോഴത്തേക്കും കുറെ കൂടെ ഫോക്കസ്ഡ് ആയിട്ട് കുറെ കൂടെ നേരെ ഇരുന്ന് ഉള്ള നേരം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. UPSC എക്സാംസിന് നോക്കുന്നവർക്കുള്ള ബുക്സാണ് കൂടുതലും ഉള്ളത്. പിന്നെ ബാക്കിയുള്ളവരും അല്ലാത്തവരും വന്ന് ഇരിക്കാറുണ്ട്. കാരണം ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഏറ്റവും വലിയ കാരണം. ഇവിടെ നിന്നെടുക്കുന്ന പുസ്തകങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാനാകില്ല. പക്ഷേ ലൈബ്രറിക്ക് പിന്നിലായി ചെറുകാറ്റേറ്റ് സ്വന്തം വീടിന്റെ വരാന്തയിൽ എന്ന പോലെ ആസ്വദിച്ചിരുന്ന് ബുക്കുകൾ വായിക്കാം. തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് നിശബ്ദതയെ കൂട്ടുപിടിച്ച് മനസ്സിന് ഇഷ്ടപ്പെട്ട ബുക്കുകൾ വായിക്കാൻ പറ്റിയൊരിടം. പ്രകൃതിയുടെ മടിത്തട്ടിൽ എവിടെയോ നമ്മൾ ചേർന്നിരിക്കുന്നത് പോലെ ഇവിടെ ഇരിക്കുന്നത് തോന്നും. ക്യാമറാമാൻ സജികുമാറിനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.